എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ നമ്മുടെ ലിതിമോൾക്ക് ഇന്നലെ പറഞ്ഞല്ലോ വീഡിയോയിൽ പനിയാണെന്ന്. അപ്പോൾ പനി ആയതുകൊണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ മരുന്ന് മേടിക്കാനായിട്ട് പോവാണ്. ഇപ്പം വൈറൽ ഫീവറൊക്കെ കൂടുതലല്ലേ, പിന്നെ ഈ ക്ലൈമറ്റിൻ്റെ ഒക്കെയാണ്. അങ്ങനെ പനിയായി. അപ്പോൾ ഞങ്ങൾ ഇവിടെ PHC പോയി മരുന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ നമുക്ക് ദേവമാതാവിലോ അവിടെയൊക്കെ പോവാം അല്ലേ, കുറയും. അപ്പം അപ്പോൾ തുടക്കത്തിൽ തന്നെ മരുന്ന് മേടിച്ചില്ലെങ്കിൽ ശരിയാവില്ല. എന്തായാലും വേഗം പോയി മരുന്ന് മേടിക്കട്ടെ. ഒന്ന് സംസാരിക്കൂ. സംസാരിക്കാൻ സൗണ്ട് ശരിയല്ല, ഹെൽത്തും ശരിയല്ല. പനി പിടിച്ച് അങ്ങനെ ഇങ്ങനെയൊന്നും പനി വരില്ല, വന്നാൽ നല്ല പനിയായിരിക്കും. അതെ ഇതുപോലെ വേഗം പോയി മേടിക്കട്ടെ കേട്ടോ. മഴയൊക്കെ കുറവുണ്ട്, എന്നാലും മഴയാണ്. പക്ഷേ ഇന്നലത്തെ പോലെ അത്ര ഇല്ലല്ലേ. ഇന്ന് കോടമഞ്ഞൊന്നും ഇല്ലാത്ത അധികം. ഇന്നലെ നല്ല കോടമഞ്ഞായിരുന്നു. നല്ല തണുപ്പാണ് കേട്ടോ. എനിക്ക് പാളയംകുടം കണ്ടാൽ അറിയില്ല. പാളയംകുടം മറ്റേ അവർ സന്തോഷേട്ടൻ്റെ പറമ്പിൽ നിൽപ്പുണ്ടല്ലോ സിറ്റിയിൽ. നമ്മളങ്ങനെ എത്താറായി കേട്ടോ. നമ്മൾ വേഗം പോയി മരുന്ന് മേടിക്കട്ടെ. മരുന്ന് മേടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഭയങ്കര ഛർദിയും ലൂസ് മോഷനൊക്കെ ആയിട്ട് ആശുപത്രിയിൽ വന്ന് കിടക്കുക കേട്ടോ. അപ്പോൾ ഇന്നലെ അഡ്മിറ്റ് ചെയ്തു. ഭയങ്കര വയ്യായിരുന്നു എനിക്ക്. അങ്ങനെ 2 മണിയായപ്പോൾ വന്നല്ലേ രാത്രിയിൽ. അപ്പോൾ അന്നേരം ഒന്നും നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റില്ല, അത്ര അധികം അവശതയായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ അതേ ട്രിപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തിനാ ഇഞ്ചക്ഷൻ അതെല്ലാം ചെയ്ത്. അപ്പോൾ ഞങ്ങൾ ഡോക്ടർ വന്നിട്ട് ഇനി പോകാമെന്നുള്ള ഇതിലിരിക്കുക. ഡോക്ടർ വരണമെങ്കിൽ ഇനി 10 മണി കൊണ്ടാണ്. ലിതുമോൾക്ക് ഇന്നലെ പനിയായിരുന്നു കേട്ടോ. ഞാനും വരണ്ട വന്നു. അതെ, അമ്മേനെ കൊണ്ട് വരണ ശരിയല്ല. അമ്മ ആവശ്യത്തിൽ പോകും എല്ലാം കൊണ്ടാകുമ്പോൾ. അതെ, ഇന്നലെ വയ്യായിരുന്നു, അല്ലെങ്കിൽ വരത്തേ ഇല്ലായിരുന്നു കേട്ടോ. ഇന്നലെ വട്ടയപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും. പക്ഷെ കഴിച്ചു, എനിക്ക് പക്ഷെ വയറ്റിൽ പിടിച്ചില്ലാന്ന് തോന്നുന്നു. വേറൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തോ. അപ്പോൾ നമ്മൾ ദേവമാതാ ഹോസ്പിറ്റലിലാണ് വന്ന് തന്നെ നമുക്ക് ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ കിട്ടി, ഇഞ്ചക്ഷൻ കിട്ടി. വന്ന് ഇച്ചിരി നേരം കിടന്നുറങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ കൊളസ്ട്രോളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത്, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതാണല്ലോ. കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്തു, കുഴപ്പമില്ല. LDL കൂടുതലാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കൂടുതലല്ല, 136 ഉള്ളൂ. അപ്പോൾ എന്തായാലും അത് 2 മണിക്കൊന്ന് എഴുന്നേറ്റ് പോകുന്ന പാടേക്ക് മുഖമൊന്നും കഴിയില്ല കേട്ടോ. വേഗം ചാടി എഴുന്നേറ്റ് പോകുന്നു. അപ്പം മരുന്ന് മേടിക്കാം. അപ്പം എൻ്റെ മുഖം ഇടിമിക്കാൻ തുടങ്ങും കേട്ടോ. ആ ഗ്ലൂക്കോസ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മുഖത്തിനൊന്നും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതുകൊണ്ടല്ല എൻ്റെ മുഖം ഇടിമിക്കാൻ നമുക്ക് ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, കുറവുണ്ട്. എന്നാലും വേഗം പോകാൻ പറ്റുന്നൊരു സാഹചര്യം ആയാൽ മതിയായിരുന്നു. വേറെ ഒന്നും ഡിക്കിയിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ തണുപ്പത്തുനിന്ന്. നമ്മൾ റോയിച്ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. റോയിച്ചേട്ടൻ അതിപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ റോയിച്ചേട്ടൻ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാതെ മരുന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് പൈസ പോകുന്നത്. ആശുപത്രിക്കാർ നമുക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ. എന്തായാലും ഒറ്റ ദിവസം കിടന്നാൽ നല്ലൊരു പൈസ ആയിട്ടുണ്ട്. റിസൾട്ടൊക്കെ നോക്കി ചെറിയൊരു യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട്, അത് കല്ലിൻ്റെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ചേട്ടൻ വരട്ടെ, വരെ വെയിറ്റ് ചെയ്യട്ടെ. മോൾക്കും മരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുക പനിയുടെ. അയ്യോ ഭയങ്കര ക്ഷീണം അല്ലേ. പെട്ടെന്ന് ഇപ്പോൾ ഇവിടെ ഭയങ്കര വെയിലായി കേട്ടോ. പെട്ടെന്നാണ് ക്ലൈമറ്റ് ചേഞ്ച് ആയത്. അപ്പോൾ പെട്ടെന്ന് അപ്പോൾ പിന്നെ ഞങ്ങളുടെ ബുദ്ധിമുട്ടാണ്. നമ്മളിത്രയും ദിവസം
മഴയത്ത് നിന്നിട്ട് പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയപ്പോൾ മാറ്റായി. അപ്പോൾ അതെ ലിതിയമ്മയും ആദ്യം ആദ്യക്കൂട്ടനും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകണം. 2 മാസം ആദ്യം ഉണ്ടായിരുന്നു. ഇനി ഓണത്തിന് കാണാം. അപ്പോൾ അതെ ആദ്യം ആ മുഖം മാറ്റി കാണട്ടെ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ കൊറോണ കൂടി വരികയാണ്. എന്തായാലും എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക കേട്ടോ. മാസ്ക് ഒക്കെ വെച്ച് പോവുക, സാനിറ്റൈസർ യൂസ് ചെയ്യുക, അപ്പോൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക. അപ്പോൾ അതേ ആദ്യം ലിതിയമ്മയും പോകുന്നതിൻ്റെ സങ്കടത്തിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കടയിലൊന്ന് ഇറങ്ങി ATM-ലൊന്ന് ഇറങ്ങി പോകണം. അപ്പോൾ അവന് സ്കൂളിലൊക്കെ പോകാനുള്ള പരിപാടിയൊക്കെയാണ്. ഇന്നലെ തുറന്നു, പക്ഷേ ഇന്നലെ പോകാൻ പറ്റിയില്ല. ഇന്നലെ എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയേക്കുമായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കുറഞ്ഞു, ഓക്കെ ആയിട്ട് വരുന്നു. പിന്നെ ചെറിയ വയറുവേദന ഉണ്ട്, വലിയ കുഴപ്പമില്ല. പിന്നെ ഇന്ന് ഞാൻ അമ്മേനെ കൊണ്ടാണ് ആശുപത്രിയിൽ പോകുന്നത്. അമ്മയ്ക്ക് ഇന്ന് കൊളസ്ട്രോളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഇവിടെ ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം. അപ്പോൾ അങ്ങനെയാണ് പ്ലാനിങ് ഒക്കെ. പിന്നെന്താ, പിന്നെ വേറൊന്നുമില്ല. അപ്പോൾ എന്തായാലും നേരെ അപ്പോൾ അവരെയും കൊണ്ട് രാജക്കാട് വരെ ഒന്ന് പോകണം. അവിടെ നിന്ന് വണ്ടി കയറ്റി വിട്ടിട്ട് അമ്മയ്ക്ക് കൊളസ്ട്രോളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും കൊളസ്ട്രോൾ നമുക്കൊന്ന് LDL-ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ നേരത്ത് നമുക്ക് ചേച്ചിയുടെയൊക്കെ അടുത്തുനിന്ന് കയറിപ്പം അവിടെ നമ്മുടെ കുഞ്ഞിക്കുട്ടിയൊക്കെ സ്കൂളിൽ പോയി. അപ്പോൾ എന്തായാലും സ്കൂളിൽ പോകുന്ന കുഞ്ഞു മക്കൾക്കൊക്കെ 1000 ആശംസകൾ. നന്നായി പഠിച്ച് നല്ലൊരു ഭാവിയായിട്ട് മുന്നോട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും വേഗം ഞാൻ ATM-ൽ പോയിട്ട് വരട്ടെ. കാരണം ഇന്നലെയൊക്കെ ആശുപത്രി പോയിട്ട് നല്ല എമൗണ്ട് വരെ 2000-ത്തിലധികം പൈസയായി. അപ്പോൾ പൈസ ഉണ്ടായിരുന്നൊക്കെ തീർന്നു കേട്ടോ. അപ്പം എന്തായാലും ആദ്യം എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എന്തായാലും ആദ്യം പോകുന്നതിന് എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. 2 മാസം അവനുണ്ടായിട്ട് പെട്ടെന്ന് പോകുമ്പോൾ ഭയങ്കര സങ്കടം. എന്തായാലും കൊച്ചിന് പോയി പഠിക്കുകയൊക്കെ ചെയ്യണമല്ലോ. നല്ല മഴയ്ക്ക് ചാൻസ് ഉണ്ട്. രാവിലെ മൂടി കിടക്കുക. കടയൊന്നും തുറന്നിട്ടില്ല, വലിയ കടകളൊന്നും. അപ്പോൾ 8 മണിയുടെ അലന് പോകാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഞാൻ ATM-ലൊന്ന് കയറി കൊച്ചിന് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുത്തു വിടണമെന്നായിരുന്നു പ്ലാന്. പെട്ടെന്ന് പ്ലാനില്ലാണ്ട് ഹോസ്പിറ്റൽ കേസ് വന്നുകൊണ്ട് ആകെ പെട്ടുപോയല്ലോ. അപ്പോൾ എന്തെങ്കിലും എന്നപ്പം കുറച്ച് ബാലൻസിന് എൻ്റെ യൂട്യൂബിൽ നിന്ന് വന്നതും അല്ലാതെ എല്ലാം കൂടെ കൂട്ടി 1000 രൂപയുണ്ട് കേട്ടോ. എന്തായാലും 500 രൂപ ആദ്യം എടുത്ത് കൊടുക്കാം. പിന്നെ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെയാണ് പ്ലാന്. ഇതോടെ ഈ മാസത്തെ ബഡ്ജറ്റ് കാലി. ഭാഗ്യം വെച്ചാലും നമ്മുടെ ATM തുറന്നിട്ടില്ല കേട്ടോ. കാരണം കയ്യിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്തിട്ട് പൈസ മേടിക്കുക, അല്ലെങ്കിൽ രാജക്കാട് എന്നിട്ട് എടുത്ത് കൊടുക്കാം കേട്ടോ. അവരും ഇറങ്ങി വന്നിട്ടില്ല, അവർ വരുന്നുണ്ട് കേട്ടോ. പറഞ്ഞിട്ടാണെങ്കിൽ മാസം ആദ്യം തന്നെ പൈസ കൊടുക്കണം. താമസിച്ചുകൊണ്ട് ഞാൻ തണുപ്പുണ്ടോടാ? ഇല്ല, പൈസ കിട്ടിയില്ല. ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം കേട്ടോ. ആദ്യം നിങ്ങളിപ്പോൾ എങ്ങനെ തിരിച്ചു വരും? ഞങ്ങൾക്ക് പൈസ ഉണ്ട്, ചില്ലറയില്ലേ? അത് ഗൂഗിൾ പേ കൊടുക്കാം. എന്തായാലും ഇത് ആദ്യക്ക് ഭയങ്കര സങ്കടമാണ്. ആദ്യം ഉമ്മാന്നില്ലല്ലോ, പഠിക്കണേ നന്നായിട്ട്. ഒരു സങ്കടമില്ല, പോയിരുന്നു പഠിക്കാനുള്ളതാണ്. അതെ. പിന്നെ ഇന്നലെ തൊട്ട് പറഞ്ഞു ഞാൻ നാളെ പോണേണേ, പഴക്കൂടല്ലേ. സങ്കടം ഉണ്ടോ? കരയണോ? ഇവനെല്ലാരും ഓണത്തിനിടയ്ക്ക് അമ്മയുടെ പുട്ട് കച്ചവടം. ബർത്ത്ഡേയുടെ അന്ന് സാധനം മേടിച്ച് തരും. ഒലക്ക മേടിച്ചു കൊടുക്കും. സൈക്കിള് മേടിച്ചു തരാം. ആര് കൂട്ടി പറഞ്ഞു? ഞാനാ. കേട്ടോ, പൈസ കൂട്ടി വെക്കണം. ബസ് എത്തിയിട്ടുണ്ട്. ഞാനും വരുവാ രാജക്കാട് വരെ. ലവ് യു, മിസ് യു. അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറിയിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അവർ പോകുന്നതിന് ഇത്രയും ദിവസം ഉണ്ടായിട്ട് പെട്ടെന്ന് പോകുമ്പോൾ ഒരു മനസ്സിന് വല്ലാത്തൊരു സങ്കടം. എന്നാലും കുഴപ്പമില്ല, പോയി പഠിക്കുകയൊക്കെ ചെയ്യട്ടെ, അവരുടെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. അപ്പോൾ എന്തായാലും ഞാനും ഉമ്മയും പിന്നെയും ഒറ്റയ്ക്കായി. അങ്ങനെ എനിക്കും വയ്യ, അമ്മയ്ക്കും വയ്യ, ലിതിമോൾക്കും വയ്യായിരുന്നു. പിന്നെ സ്കൂളിലൊക്കെ പോകണം ഉള്ളതുകൊണ്ട് ലിതിമോളും പോയതാണ്. അപ്പോൾ എന്തായാലും ഒറ്റയടിക്ക് 3 പേർക്കും കൂടെ ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ വന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, എല്ലാം സെറ്റായി. ഇറങ്ങി ഞങ്ങൾ പോട്ടെടാ, പോട്ടെ. ഓക്കെ, ശരി. ഇങ്ങോട്ട് വരണ്ടെന്നേ, നമുക്ക് അവര് വരണെന്തിന്, ഇപ്പം തന്നെ ബസ് വരും.
പോട്ടെ വരും 10 അടിമാലി ബസ്സാണ് വരുന്നത്. അത് കഴിഞ്ഞ് വന്നിട്ട് ഒരു അരമണിക്കൂർ കോംബ്രേഡ് അല്ല 8:30 8:30 8:30 എന്നൊരു ചായ കുടിക്കുന്ന ഛർദിക്കും. ചായ വേണമെങ്കിൽ ചായ പറഞ്ഞ് മുടിച്ചു. അതിക്ക് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചെന്ന് പറഞ്ഞോ? ഇത് ഇവിടുന്ന് വല്ല മേടിക്കുവാവേ. എന്നാ വേണ്ട, ഞാൻ മേടിക്കാം. അതിൻ്റെ അപ്പുറത്തെ റെഡ് അതല്ലേ? അതിന് എത്രയാ? അത് 2 എന്തായേ? അത് വേണ്ട. ഓറിയ മതിയോടാ? ഓറിയ എന്നാ പൊതിഞ്ഞ് തരുമോ ചേട്ടൻ? 30 രൂപ. 80. വൈകൂന്ന് എന്നേരം ഓക്കെ, അവർ പോകാൻ. ഓക്കെ ബൈ. ഇതെന്താടാ അമ്മയ്ക്ക് ഓണത്തിന് വന്നേ ഇങ്ങോട്ട് വന്നേ. അതിനിപ്പുറം വരാട്ടോ. അങ്ങനെ നമ്മൾ അമ്മച്ചിക്ക് കൊളസ്ട്രോളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കൃപയിൽ പോവാട്ടോ. നമ്മളത് പുറകിലാട്ടോ ചെക്ക് ചെയ്യുന്നത്. കൊളസ്ട്രോളൊന്നും കാണില്ലമ്മ, കൊളസ്ട്രോളൊന്നും കാണില്ല. എപ്പോഴും ഓടുന്നത് പണിയെന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാവും, പറയാൻ പറ്റില്ല. ഷുഗർ നോക്കണേ, BP ഷുഗറും കൂടെ ചെക്ക് ചെയ്തോ. ഷുഗർ നോക്കൂ അവിടെ. ഞങ്ങൾ ഇറങ്ങിയിട്ട് നല്ലൊരു മഴ പാസ്സാവുന്നുണ്ട് കേട്ടോ. അയ്യോ വിശക്കുന്നമ്മേ. അടുത്തേക്ക് തന്നെ തിരിച്ചു പോകാം കേട്ടോ. അവരെ കയറ്റി വിട്ടിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. രാജുമാരി ഇറങ്ങിയെന്നാ അതായിരുന്നല്ലേ? അതിനാദേ സങ്കടമൊന്നുമില്ല. അവന് വീണോടം വിഷ്ണുലോകം അല്ലേടാ? അതി സങ്കടം ഇല്ലേടാ നിനക്ക്? ബസ് വന്നുണ്ട് കേട്ടോ. ഓക്കെ ബൈ, സീ യു. മതി മതി. ആ പൊക്ക വന്നേക്കാട്ടാ. ഒറ്റ പൊക്ക. ആ അപ്പോൾ അതെ, ഞാനും അമ്മയും കൂടെ കടയിൽ കയറി കഴിക്കാനായിട്ട് കയറി. അപ്പോൾ അമ്മ രാവിലെ ഒന്നും കഴിക്കാനാണ് എടുത്തത്. കൊളസ്ട്രോൾ ഒക്കെ. അപ്പോൾ ഞാനും കഴിച്ചില്ല. ഞാൻ എണീറ്റ് ഒരുങ്ങി ഒക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ വെറുമയത്തിൽ എനിക്കൊരു ഗുളിക കഴിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞല്ലേ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനും എനിക്ക് പൊറോട്ട കഴിക്കാൻ ഭയങ്കര മടിയാണ്. കൊളസ്ട്രോൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഒരു വിത്തൗട്ടായിരുന്നേ. അതുകൊണ്ട് ഞാൻ രാവിലെ പൊറോട്ട കഴിക്കാൻ പറ്റും. ഞാൻ രാവിലെ അങ്ങനെ പൊറോട്ട കഴിക്കലില്ല. കടലക്കറിയും പൊറോട്ടയും മേടിച്ചേ. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോകുകയാണ്. നല്ല വിശപ്പുണ്ട് എനിക്ക്. രാത്രി ഇന്നലെ ലൈറ്റായിട്ട് കഴിക്കാനാണ് പറഞ്ഞു വെച്ചത്. അപ്പം മേടിച്ചാൽ മതിയായിരുന്നു. ലൈറ്റായിട്ട് കഴിക്കാൻ മതിയായിരുന്നു. ഡോക്ടർ സ്കാൻ ചെയ്ത് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ആരാ? ഡോക്ടർ തൊട്ടി ഡോക്ടറാണ്. ഓർത്ത് വന്നാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിറക്കൻ ചെറുതായിട്ട് ബിസ്ക്കറ്റൊക്കെ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവന് എന്തെങ്കിലുമൊക്കെ മേടിക്കണം. ബിസ്ക്കറ്റ് മേടിച്ചു. എന്തെങ്കിലും അല്ല ബിസ്ക്കറ്റ്. വലിയ ആ എന്നാ ചെറുതെടുത്തിട്ട് അതെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാനും അമ്മയും കൂടി കടയിൽ കയറി ബിസ്ക്കറ്റൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ ചേച്ചിയുടെ അടുത്തേക്ക് പോകാം കേട്ടോ. പൊന്നുവിനെ കൊണ്ടുവിടാൻ ചിലപ്പോൾ ചേട്ടായി കയറി വരും കേട്ടോ. അപ്പോൾ റോട്ടി വെച്ച് അവരെ പിടിക്കാം. എന്തായാലും അമ്മയ്ക്ക് റിസൾട്ട് വരാൻ എങ്ങനെയായാലും 1 മണിക്കൂർ എടുക്കും. ഒരു നല്ല മഴ ഇരച്ചൊത്തി വന്നു. പക്ഷെ നിന്നു പോയല്ലേ ഇപ്പം. 2 പൊറോട്ട കഴിക്കലായിരുന്നു. വയറുന്ന ഇല്ലാണ്ട് നിറഞ്ഞു.
അപ്പനെയും മോളെയും കൂടെ ഞങ്ങൾ റോട്ടിൽ വെച്ച് കണ്ടുമുട്ടാന്ന് വിചാരിച്ചിട്ട് ഇതുവരെ എത്തിയില്ല. ഞങ്ങൾ വീടെത്താറായി കേട്ടോ. ചിലപ്പോൾ ആ വളവിൻ്റെ അവിടെ വെച്ചായിരിക്കും കാണുന്നത്. ചിലപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ കാണാം കേട്ടോ. ഇതിൽ ഇറങ്ങിപ്പോയിട്ട് കയറി വരില്ല കേട്ടോ പാട്. ഇത് ഹോം സ്റ്റേ ആണെന്നല്ലേ അമ്മ? അമ്മ എൻ്റെ കൂടെ ഇതിൽ വന്നിട്ടില്ലല്ലോ. ഇതിലെ സുജേശ്വര വീട്ടിൽ പോകാൻ വന്നിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ഒരുമിച്ച് ഇതിൽ വന്നിട്ടില്ല. ഓ ഭയങ്കര സന്തോഷത്തിലാണ് ഹൂളിൽ പോവാൻ. ഇഷ്ടപ്പെട്ട ഹൂള്? അതെ. ഹായ്. അവ ഞങ്ങളുടെ കൊച്ചു സുന്ദരിയായിട്ട് സ്കൂളിൽ പോവാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട സ്കൂള്? ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ടോ? പാട്ടൊക്കെ പഠിച്ചോ ടീച്ചറ്? പാട്ടൊക്കെ പാടാമ്പോ അമ്മച്ചി വൈകുന്നേരം മറുപടി വെച്ചേ. അമ്മ വൈകിട്ട് എണീറ്റോ? ഇതാരാ ഇത്? കുഞ്ഞൻ്റെ കൊച്ചേ. ഇതാരാണ്? കുഞ്ഞൻ്റെ കൊച്ചാണ് ഇത്. റോസോ? ടാറ്റാ. കൊച്ചിട്ട് തൊപ്പി മേടിച്ച് തലയിടിക്കണ്ടോ? മഴയാണെങ്കിൽ തൊപ്പി മേടിച്ചില്ല. മാറില്ല. കൊട അടിപൊളി കൊട എൻ്റെ പൊന്നെ. ടാറ്റാ ടാറ്റാ ബൈ. കുഞ്ഞനെ കുഞ്ഞനെ ആൻറ്റിയുടെ കൊച്ചേ സുന്ദരനായല്ലോ. സുന്ദരി ഉടുപ്പാണല്ലോ. പോടാ ഇറക്ക. ഇനി പോടാ. ബൈ. അപ്പോൾ നമ്മൾ ഈ വഴി കയറി പോകുന്നു. കഴിഞ്ഞ ദിവസം ഇതിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ. പക്ഷെ അമ്മച്ചി പോകുന്ന കേട്ടോ. അതുകൊണ്ട് അമ്മയുടെ പുറകെ നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് പോയി റിസൾട്ട് വാങ്ങണം. ഹോസ്പിറ്റലിൽ പോകണം. പോവില്ല. കാണുമോ കാണാനത്? പൈലെ പോകാനുള്ളത് കഴിഞ്ഞ ദിവസത്തെ അതിൽ പോണില്ല. ഇതിൽ തന്നെ പോവാട്ടോ. അതിൽ പോയാൽ ശരിയാവില്ല. അതൊക്കെ അവിടെ ചാണാക്കുഴി ഉണ്ട്. കുഴിഞ്ഞങ്ങ് പോകും. തൊഴിലുറപ്പൊക്കെ തീർന്നോ? തൊഴിലുറപ്പ് തീർന്നോ? ആണോ? ചേച്ചി എന്തേ? ചേച്ചി ജോലിക്ക് പോകണോ? അയ്യോ ഒരു കുട മേടിക്കാനല്ലേ? അവർക്കൊരു കുട എങ്ങാണ്ടേ ഉള്ളൂ. ഞങ്ങൾ നേരെ പോയി റിസൾട്ട് മേടിച്ച് ചേട്ടായിക്ക് EMI ഒരു ഫോൺ എടുക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ മൊബൈൽ ഷോപ്പിലൊന്ന് കയറി തിരക്കിയിട്ടും കൂടെ പോകണം. അയ്യോ കഴിഞ്ഞ ദിവസം നമ്മൾ ആ വഴി കയറിയിട്ട് തിരിച്ചിറങ്ങി. അന്നത്തെക്കാളും വെള്ളം മഴ പെയ്തില്ല. താഴെ വഴിക്ക് കയറി വരാന്നേ. ആ വഴി ഇച്ചിരി കടന്നു കഴിഞ്ഞാൽ നല്ലതാ. അവരുടെ വീടിൻ്റെ മുറ്റത്തോടെ കയറിയിട്ടേ ഞാൻ അതിൽ കയറി വരുന്ന അന്നൊരു ദിവസം ഭയങ്കര മഴ പെയ്തപ്പോൾ ഞാനെന്നാ അതിൽ കയറി പോകുന്ന അത് കയറി വന്നപ്പോൾ എനിക്ക് ഒട്ടും കയറുന്നില്ല. അന്നേരം ആ താഴത്തെ കൊച്ചെന്നെ കയ്യെ പിടിച്ച് കയറ്റി അവരുടെ വീട്ടിൽ പോയി. സീനയും അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. ചന്തി വെച്ചുണ്ടായിരുന്നു. ചായ എടുപ്പിച്ച് തരാൻ ചേച്ചി ഇരിക്കുന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് ഞാനാണെങ്കിൽ മുഴുവൻ നനഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെയിലുണ്ട് കേട്ടോ ഇന്ന്. എന്നിട്ട് ഞാൻ സെറ്ററൊക്കെ ഇടി. സെറ്റർ ഊരുന്നില്ല. ഊരാനും പിടിച്ചോണ്ട് നടക്കാൻ വയ്യ. മേത്ത് കിടക്കട്ടെ. ഇപ്പം നേരെ എന്നിട്ട് നമുക്ക് ആശുപത്രിയിലൊക്കെ പോകണ്ടേ. ലിതിയും കൊച്ചും പോകേണ്ട ഭയങ്കര സങ്കടം കേട്ടോ. വീടങ്ങ് ഉറങ്ങിയതുപോലെ. കൊച്ചിൻ്റെ കാര്യം ഓർത്തിട്ട് അവരുടെ കാര്യം ഓർത്തിട്ടല്ലേ എനിക്ക് എന്നോട് എപ്പോഴും വഴക്കും കൂടി. അതെ ഞാനും അവനും ഫുൾ ടൈം ഞങ്ങളൊരു കുടയും മേടിച്ചു. അവിടെ പോയി എന്നാലെന്നാ അങ്ങനെ ഞാനും അമ്മയും കൂടെ ബസ്സിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ.
നമ്മുടെ വീട്ടിലെത്തി. അമ്മച്ചി ആശുപത്രിയിലേക്ക് പോയിട്ടോ. അപ്പോൾ അമ്മ മാസത്തിൽ മേടിക്കുന്ന BP ഒക്കെ മരുന്ന് മേടിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്താണ്, ബുക്കിൻ്റെ അകത്ത്. അപ്പോൾ ഈ ബുക്കും എടുത്തുകൊണ്ട് ഞാൻ ഇനി ആശുപത്രിയിലേക്ക് പോകണം. അപ്പോൾ അമ്മ അവിടെ അങ്ങ് പോയി. ഇന്ന് ഡോക്ടർ ഉണ്ടാവുമെന്ന് അറിയില്ല, ഒരുപാട് സമയമായിട്ടോ. 12:30 നമുക്ക് റിസൾട്ടൊക്കെ കിട്ടും. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് സമയമായി. അപ്പോൾ എന്തായാലും വേഗം പോയി ഡോക്ടറെ കാണട്ടെ കേട്ടോ. കാര്യങ്ങളൊക്കെ പറയാം. കൊളസ്ട്രോൾ കുറച്ചുണ്ട്, ഒരുപാടില്ല, എങ്കിലും കുറച്ചുണ്ട്. അപ്പോൾ എന്തായാലും പോയിട്ട് വരട്ടെ കേട്ടോ. തോതിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസം മഴയില്ലാന്ന് വിചാരിച്ചിരുന്നത് തന്നെ, പക്ഷെ ഇപ്പം അങ്ങ് പെയ്തുകൊണ്ടിരിക്കാം. വേഗം ഹോസ്പിറ്റലിൽ പോട്ടെ. അപ്പം ഡോക്ടർ ഇല്ലെങ്കിൽ അമ്മേനെ റോട്ടി വെച്ച് കാണും നമുക്ക്. അല്ലെങ്കിൽ ആശുപത്രിയിൽ പോയിട്ട് മരുന്ന് മേടിക്കാം. ഓക്കെ, എത്താറായിട്ടുണ്ട് കേട്ടോ. ഡോക്ടർ ഉണ്ടെന്ന് തോന്നുന്നു. ഡോക്ടറുടെ വണ്ടി കിടപ്പുണ്ടേ. ഉണ്ട് അതിന് എങ്ങനെ ഷുഗർ നോക്കിയോ? ഷുഗർ എത്രയുണ്ട്? 80. പ്രഷർ പക്ഷെ കൂടി വെക്കും അല്ലേ? ഇപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും മരുന്ന് കൂട്ടിത്തരാനോ അപ്പോൾ എന്തെങ്കിലും ചെക്കപ്പ് എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ ചോദിക്കാം. പുള്ളിയെ മാറി എന്നും കഴിക്കുന്നു, ഒന്നും രാവിലെ പിന്നെ അമ്മ മരുന്ന് മേടിക്കാൻ നിൽക്കും കേട്ടോ. എന്താ അതെ അമ്മച്ചി എന്ത് പറഞ്ഞു ഡോക്ടർ? മരുന്ന് കഴിക്കാൻ കൊളസ്ട്രോൾ ഉണ്ട്. അപ്പോൾ ആദ്യം നേരത്തെ നോക്കിയപ്പോൾ കൊളസ്ട്രോൾ ഇല്ലായിരുന്നു. കൊളസ്ട്രോൾ നിൽക്കുന്നതുകൊണ്ടായിരിക്കും BP കുറയാതെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് BPക്ക് ഒരു മരുന്നും കൂടെ എഴുതിയിട്ടുണ്ട്. പിന്നെ കൊളസ്ട്രോളിനും ഉണ്ട്. ഇതിൽ പോകും എൻ്റെ പൊന്നെ. എല്ലാം ചെളിയായിട്ട് കിടഞ്ഞ മഴയതുകൊണ്ട് കുഴഞ്ഞ് വാരി കിടക്കും. ഇങ്ങോട്ട് പണി വരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 3 ദിവസത്തെ വീഡിയോസ് എല്ലാം കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിവസം ലിതിമോൾക്ക് പനിയായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. രണ്ടാമത്തെ ദിവസം അല്ല, ആ ദിവസം തന്നെ വൈകുന്നേരം 2 മണിയായപ്പോഴത്തേക്ക് എനിക്ക് വോമിറ്റിങ്ങും ലൂസ് മോഷനൊക്കെ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. 3-ാമത്തെ ദിവസം അമ്മേനെ ഡോക്ടറെ കാണിക്കാണ്ട് കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മേനെയും കൊണ്ടും പോയി. അപ്പോൾ ലിതിയും ആദ്യം കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവൻ സ്കൂളിലൊക്കെ പോകണം. അപ്പോൾ പോകുന്നതിൻ്റെ സങ്കടം അവനും ഉണ്ട്, ഞങ്ങൾക്കും ഉണ്ട്. അങ്ങനെ അവരെ വണ്ടിയൊക്കെ കയറ്റി വിട്ട ശേഷം ഞങ്ങൾ നേരെ ചേച്ചിയുടെയും ചേട്ടായുടെയും പിള്ളേരുടെ അടുത്തേക്ക് പോയി. അങ്ങനെ പോയപ്പോഴത്തേക്കും കൊച്ചവിടെ സ്കൂളിൽ പോകാനൊക്കെ നിൽക്കുമായിരുന്നു. അങ്ങനെ പൊന്നുകുട്ടി സ്കൂളിലൊക്കെ പോയി. ഞങ്ങൾ കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ ശേഷം ഒരു 10:30-11 മണിയായപ്പോഴത്തേക്കും ഞാനും അമ്മയും കൂടി അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അത് നേരെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയി. അപ്പം റിസൾട്ടൊക്കെ മേടിച്ചപ്പോൾ ചെറിയ ഒരു കൊളസ്ട്രോളിൻ്റെ ഉണ്ട്. അപ്പം ഡോക്ടർ മരുന്നൊക്കെ മാറ്റി തന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഓക്കെ, ബൈ.